ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ കയീൻ, ഹാബേൽ എന്ന 2 യൗവനക്കാർ ദൈവത്തിന് യാഗമർപ്പിക്കാൻ വരുന്നു. 2 നല്ല മിടുക്കന്മാരായ ചെറുപ്പക്കാർ. 2 പേരും അവരവരുടെ ആസ്തിക്കും പ്രാപ്തിക്കും ഒത്തവണ്ണം യാഗം കഴിച്ചു. പക്ഷേ അനുജന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഈ ഒരു വിഷയം കയീനെ വല്ലാതെ ചൊടിപ്പിച്ചു. വാശി, അസൂയ, പിണക്കം, വൈരാഗ്യം ഇതെല്ലാം അവനിൽ ശക്തമായിട്ട് വേരോടി. അപ്പോൾ അവൻ വല്ലാതെ കോപിഷ്ഠനായി നിൽക്കുന്നത് അറിഞ്ഞുകൊണ്ട് ദൈവം അവനെ ഗുണദോഷിക്കാൻ വരുന്നു. ഞാൻ വായിക്കുന്നു വാക്യം 4-ലേക്ക് വരുമ്പോൾ, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറെ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറെ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞ് അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. നമുക്കറിയാം, ഞാൻ ചുരുക്കി പറയട്ടെ, വെറും 5 മിനിറ്റിൻ്റെ ഈ ചിന്തയിൽ നീണ്ട കാര്യങ്ങൾ പറയാൻ നേരെയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് സംശയം കാണും, എന്താ കയീൻ ചെയ്ത് തെറ്റെന്നൊക്കെ. ഞാൻ വേഗത്തിൽ പറയട്ടെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ അധ്യായത്തിൽ ദൈവം ഹാബേലിനോടാണോ കയീനോടാണോ കൂടുതൽ സംസാരിച്ചത്? കയീനോടാണ്. ഹാബേലിനോട് ഒന്നും സംസാരിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്കിഷ്ടമുള്ളവരോടും നമുക്ക് പ്രതീക്ഷയുള്ളവരോടും വഴിതെറ്റാൻ സാധ്യതയുള്ളവരോടും നേർവഴിക്ക് തിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളവരോടുമല്ലേ നാം കൂടുതൽ സംസാരിക്കുന്നത്? ഹാബേലിന് ദൈവം പ്രത്യക്ഷമായി പോലുമില്ല, കയീന് ദൈവം പ്രത്യക്ഷമായി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കയീന്റെ മുഖം വാടുന്ന കണ്ടിട്ട. നിന്റെ മുഖം വാടുന്നത് പോലും ദൈവത്തിന് ഇഷ്ടമല്ല. നീ കോപിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നീ പാപം ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നീ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നശിച്ചു പോകുമെന്നേ. അതിനാണ് ഈ ശാസന, നശിക്കാതിരിക്കാൻ. അവനോട് 1, 2, 3, 4 പല പ്രാവശ്യം ഇടപെട്ടു. 16 പ്രാവശ്യം അവൻ്റെ പേര് ഇവിടെ പ്രസ്താവിക്കുന്നുണ്ടെന്നാണ് കമൻട്രിയിൽ ഞാൻ കണ്ടത്. ഞാൻ എണ്ണി നോക്കിയില്ല. അവൻ്റെ പേര് ഈ ഭാഗത്ത് പറയുന്നുണ്ടെന്ന്. പക്ഷേ അവൻ ശാഠ്യം കാണിച്ചു. അവൻ ദൈവം പറഞ്ഞു ഒന്നും ശ്രദ്ധിച്ചില്ല. അവൻ അപ്പോഴേ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇവനെ ഇനി പോന്നിട്ടേ ഉള്ളൂ. എന്താ അവൻ ചെയ്തത്? നിന്നോട് പേഴ്സണലായിട്ട് അവൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്നോട് വ്യക്തിപരമായി യാതൊരു വിഷയവുമില്ലാത്ത ആളുകൾ എന്നെ ദോഷം പറയാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴില്ല, പണ്ട്.
എന്താ കാര്യം? വ്യക്തിപരമായി ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അസൂയ. എന്താണ് ഹാബേലും കൈനുമായിട്ടുള്ള പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇവനെ ഞാൻ കൊല്ലും. അത് പ്ലാൻ ചെയ്തു. ദൈവം അവനോട് പറഞ്ഞു, ചെയ്യരുത്, നീ ഒരു കൊലപാതകനാവും. അവൻ കേട്ടില്ല. പിന്നത്തേതിൽ കൊന്നു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര കുറ്റബോധമായി, നിലവിളിയായി, കണ്ണുനീരായി. ദൈവം അവനെ പിന്നെയും സഹായിക്കാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്യം മറക്കരുത്. കൂടെ കൂടെ ശാസന കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ദൈവം നിന്നെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റൊരർത്ഥം കൂടിയുണ്ട്. നീ നശിച്ചു പോകാനുള്ള സാധ്യത നിന്റെ അടുക്ക വരെ വന്നിരിക്കുകയാണ്. ഈ വചനം ഇപ്പോൾ പല എപ്പിസോഡിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ പവർ വിഷനിലൂടെ കൂടെ കൂടെ മാനസാന്തരത്തിന്റെ ദൂത്, കൂടെ സ്നാനത്തിന്റെ ദൂത്, കൂടെ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ദൂതുകൾ, നിത്യതയെക്കുറിച്ചുള്ള വചനങ്ങൾ കേട്ടിട്ടും മനസ്സ് കഠിനപ്പെടുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്നേഹത്തോടെ വീണ്ടും ഇടപെടുന്നു. നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാം. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.